ആളെ കുറിച്ച് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ആളെ ഭയങ്കര പോസിറ്റീവാണ്. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ സാഡായിട്ടൊന്നും ഇരിക്കില്ല. പറയണല്ലേ, കിച്ചേച്ചിനെ കുറിച്ച് തന്നെ പറയാനുള്ളത്, കിച്ചേച്ചി ഇങ്ങനെ ഏത് ടൈമും ഓൾമോസ്റ്റ് പോസിറ്റീവായിട്ട് ഇരിക്കുള്ളൂ. കാരണം ഞങ്ങളിപ്പോൾ വർക്കും കാര്യങ്ങളൊക്കെ ആയി കാരണം വളരെ റിസൻ്റായിട്ടാണ് ആൻറ്റിയുടെ വീട്ടിലേക്ക് പോകാറ്. എങ്കിൽ തന്നെ കാണുമ്പോഴൊക്കെ ആൾ എപ്പോഴും പ്ലസൻ്റ് ആയിരിക്കുക. എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ ഇപ്പോൾ ആളുടെ മാരേജിൻ്റെ കാര്യത്തിൽ തന്നെ ആളിങ്ങനെ ഒരുപാട് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടണം കണ്ടിട്ടുള്ളത്. പക്ഷെ എന്ത് വന്നാലും ആൾ കൂൾ മൈൻഡിൽ ആ ടെൻഷനൊന്നും മുഖത്ത് അങ്ങനെ കണ്ടിട്ടില്ല. എന്തുണ്ടെങ്കിലും ബ്രോ അത് ചെയ്യുമോ ബ്രോ ഇങ്ങനെ പറഞ്ഞ് ചില്ലായിട്ട് നിൽക്കുന്ന എപ്പോഴും കണ്ടിട്ടുള്ളൂ. ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആണ്. ചേച്ചി ഞങ്ങളുടെ വീട് അപ്പുറത്തായതുകൊണ്ട് പിന്നെ എല്ലാ കാര്യത്തിലും ചേച്ചി ഭയങ്കര പോസിറ്റീവാണ്. ചേച്ചി എല്ലാ പ്രോഗ്രാം വരുമ്പോൾ ചേച്ചി എല്ലാം കോർഡിനേറ്റ് ചെയ്യുക. പിന്നെ എന്ത് ട്രിപ്പ് വരാണെങ്കിലും ഒക്കെ ചേച്ചിയാണ് കോർഡിനേറ്റ് ചെയ്യുക. ഞങ്ങളെല്ലാവരെയും ടീം ലീഡറാണ് ചേച്ചി. കല്യാണം കഴിഞ്ഞ് പോകാന്ന് പറയുമ്പോൾ ഭയങ്കര മിസ്സിങ് ആണ്. കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഗെയിംസ് കാര്യങ്ങൾ, പിന്നെ പ്രാക്ടീസ്, ഡാൻസ്. നാളെയാണ് മെയിൻ, അപ്പോൾ നാളത്തേക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസും കാര്യങ്ങളായിരിക്കും നിൽക്കുന്നത്. പിന്നെ കുറേ ഗെയിംസ് കപ്പിൾസായിട്ട് ചെയ്യണ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതെ, ഇപ്പോൾ ചേച്ചീനെ നോക്കുകയാണെങ്കിൽ ചേച്ചി പാട്ടിന് പാട്ട്, ഡാൻസ് ഇപ്പോൾ ബാക്കി കുറേ കഴിവുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെ കുക്ക് ചെയ്യണത് കണ്ടിട്ടില്ല. ഞങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോഴൊക്കെ ചേച്ചിയുടെ കൈ കൊണ്ട് കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നെ പറയും മറ്റേ ആൻറ്റീനെ സഹായിക്കണത്, അമ്മായിനെ സഹായിക്കണത് എങ്ങനെയാണ്? ഇത് സഹായിക്കും, പക്ഷെ എന്നാലും ഭയങ്കര കുറവാണ്. അമ്മായി എപ്പോഴും ഉള്ള കാണാറ്. പക്ഷെ ചേച്ചി ഇതിലൊക്കെ എൻഗേജ് ആയിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ കുറിച്ച് പിന്നെന്താ പറയുക, ഈ കുക്കിങ്ങിൻ്റെ കാര്യം തന്നെ ആൻറ്റിയും അതായത് അമ്മായിയും ചേച്ചിയും റിലേഷൻഷിപ്പാണ്. അവർ ഭയങ്കര ബോണ്ടാണ് അവർ രണ്ടുപേരും. എല്ലാ അമ്മമാരും ഉണ്ടായിരിക്കും, എന്നാലും ഒരു പ്രത്യേകതരം ബോണ്ടാണ്. എല്ലായിടത്തേക്കും എവിടേക്ക് പോകണമെങ്കിൽ അമ്മായിനെ കൊണ്ട് ചേച്ചിയുടെ ബിഹേവിയറിൽ ഏറ്റവും ക്വാളിറ്റി തോന്നിട്ടുള്ളത് ചേച്ചിയുടെ അമ്മേനെ ട്രീറ്റ് ചെയ്യണമെന്നാണ്. നല്ല അടിപൊളിയായിട്ടാണ് ട്രീറ്റ് ചെയ്യും. മാത്രമല്ല അവർ ശരിക്കും അമ്മയും മോളും ജസ്റ്റ് ഫ്രണ്ട്സ് പോലെയാണ്. ഭയങ്കര കമ്പനിയാണെങ്കിലും പരസ്പരം ഭയങ്കര കമ്പനി എന്ന് പറയുന്നത് അമ്മായി തന്നെയാണ്. അമ്മയാണ്. അതെ, ഭയങ്കര സപ്പോർട്ടാണ്. അമ്മായി ഭയങ്കര സപ്പോർട്ടായിട്ട് ചേച്ചിക്ക്. അത് പറയാൻ വേണം. അമ്മായി ഭയങ്കര സപ്പോർട്ടാണ് ചേച്ചിക്ക്. ഇന്ന് ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇന്നത്തേക്ക്. പ്രത്യേകിച്ച് കിച്ചിയുടെ വെഡിങ്ങിനായിട്ട്. ഇവിടെ കല്യാണേ കഴിക്കില്ല എന്ന് പറഞ്ഞു നടന്നത് കിച്ചിയായിരുന്നു. പിന്നെയാണ് അവൾ ഞങ്ങളടുത്ത് ഈ റിലേഷൻഷിപ്പൊക്കെ പൊട്ടിച്ചത്. ഞങ്ങൾക്ക് ഒട്ടും അറിയില്ലായിരുന്നു ഇവൾ കമ്മിറ്റഡ് ആണെന്നൊന്നും. പിന്നെ ഇപ്പോൾ കുറേ നാളായി കല്യാണമായി, ഇപ്പോൾ ദേ ഗുലാബിയും കൂടെ ആയി. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അവളെ കൊണ്ട് ഗെയിംസ് കളിപ്പിക്കാനും കുറേ പ്രാങ്ക് ചെയ്യാനും ഞങ്ങളുടെ ഡാൻസ് കാണിപ്പിക്കാനും എല്ലാം ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇപ്പോൾ ഒരു പരിപാടി ഹോസ്റ്റ് ചെയ്യുക കുറച്ച് നേരത്തിന്. അത് കഴിഞ്ഞിട്ട് അജിത്തിനെ വിളിക്കുക. അജിത്തിനെ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ കിച്ചുവായിട്ടാണ് കൊണ്ടുപോയിട്ട് അജിത്തിനെ കൊണ്ടുവരുന്നത്. അതിന് കിച്ചിനെ വെൽക്കം ചെയ്യാമെന്ന് പറയുമ്പോൾ നിങ്ങൾ ബ്രൈഡ്സ്മെയ്ഡ് എല്ലാവരും കൂടെ കിച്ചി കാറിലിരിക്കുന്നുണ്ട്. അവളെ കാറിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുന്നത്. ആരും കണ്ടിട്ടില്ല ഇപ്പോൾ കിച്ചിനെ. എല്ലാവരും ഫസ്റ്റ് ടൈമാണ് ആ ടൈമിൽ കാണാൻ പോകുന്നത് കിച്ചിനെ. അപ്പോൾ അവളെ ഇറക്കിക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ഉണ്ടാവണം. അവളെ നടുക്കിർത്തിയാൽ മതി. വരിയായിട്ട് സ്റ്റേജിലേക്ക് കയറിയിട്ട് അജിത്തിനെ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ടുണ്ടാവും. അവൻ കണ്ടുപിടിക്കണം ഏതാ ബ്രൈഡിന്. കൈ മാത്രം കൊടുത്താൽ മതി. ഇങ്ങനെ അവളെ മോതിരെ പൂരിക്കൂട്ടാ. എന്നിട്ട് കൈ മാത്രം കൊടുത്തിട്ട് ഓരോരുത്തരെ കൈ വെച്ചിട്ട് അവൻ കണ്ടുപിടിക്കണം ഏതാ ബ്രൈഡ് എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് അവൻ കണ്ടുപിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അമ്മേനെ അച്ഛനും പാരൻസിന് മൊത്തം ക്ഷണിച്ച് കേക്ക് കട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അവളെ കുറിച്ചൊരു മെമ്മറി, അതായത് ടീച്ചറിനോട് പറയാൻ ടീച്ചറും ചെറുപ്പത്തിൽ അവൾ ചെയ്ത് എന്തെങ്കിലും പെട്ടെന്ന് മൈൻഡിൽ വരുന്ന കാര്യമില്ലേ, അങ്ങനെ ആരെങ്കിലുമൊക്കെ വിളിച്ചിട്ട് നമുക്ക് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാം. Good afternoon. So let's
ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നമ്മളെല്ലാവരും ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് കിച്ചിയുടെയും അജിത്തിൻ്റെയും ഗുലാബി ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കാത്തിരുന്ന് വന്നൊരു കല്യാണമാണ്. കുറേ വെയിറ്റഡ് ആയിരുന്നു ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട്. ഇപ്പൊ ഞാനായാലും കുഞ്ഞുനാളിലൊക്കെ തുടങ്ങി ഒരു ഫംഗ്ഷൻ വരാനായിട്ട് കുറേ വെയിറ്റ് ചെയ്യും. അതായത് കല്യാണമായാലും ഉത്സവമായാലും എല്ലാവരും ഇങ്ങനെ ഒത്തൊരുമിച്ച് കാണുന്നത് അങ്ങനെ ഒരു പരിപാടിയൊക്കെ വരുമ്പോഴാണ്. അതായത് നമ്മളുടെ വീട്ടുകാരും ചുറ്റുമുള്ളവരും എല്ലാവരും കൂടി ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടത്തുമ്പോഴാണ് എല്ലാവരും ഒന്നിച്ച് കൂടുന്നത് അല്ലേ. അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതായത് എല്ലാവരെയും കാണുക, വിശേഷങ്ങളൊക്കെ പറയുക, അതൊക്കെ ഭയങ്കര മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇന്ന് നമ്മളെല്ലാവരും കൂടെ കൂടിയിരിക്കുന്നത് അവരുടെ ഗുലാബി ഫംഗ്ഷന് വേണ്ടിയിട്ടാണ്. ഇന്ന് അടിച്ച് പൊളിക്കുകയാണ് നമ്മളെല്ലാവരും അല്ലേ. നമ്മളുടെ പിള്ളേരൊക്കെ വൈബായിരിക്കണം, എല്ലാവരും ഇന്ന് അടിച്ചു പൊളിക്കണം. അവർക്കൊരു മെമ്മറബിൾ മൊമെന്റ് ആക്കിയിട്ട് കൊടുക്കണം ഇന്നത്തെ ഈ ഗുലാബി ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ഗ്രൂമിനെ നമുക്ക് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. അപ്പോൾ സോ പ്ലീസ് കിച്ചേട്ടാ, പ്ലീസ് അജിത്തിനെ നമുക്ക് സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യാം. നമ്മുടെ ബ്രൈഡ്സ് മെയ്ഡ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ബ്രൈഡ്സ് മെയ്ഡ് ഇവിടെ ഇല്ലേ? ആ ഓക്കെ. പിന്നെ അടുത്തത് നമ്മുടെ ബ്രൈഡിനെ സ്റ്റേജിലേക്ക് കൊണ്ടുവരാണ്. ഇവരാരും തന്നെ ബ്രൈഡിനെ കണ്ടിട്ടില്ല അല്ലേ. സർപ്രൈസ് എൻട്രി ആണ്, എല്ലാവരും ഞെട്ടണം. ഓക്കെ, നമ്മുടെ ബ്രൈഡ് അടിപൊളിയായിട്ട് വളരെ ഗോർജിയസ് ആയിട്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ട്. കാറിൽ ഇരിക്കുകയാണ് അവള്. നമ്മൾ ഇതുവരെയായിട്ട് അവളിങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ല, എല്ലാവരും ഞെട്ടിക്കാൻ വേണ്ടി കാറിൽ ഇരുത്തിയിരിക്കുകയാണ്. അപ്പൊ പ്ലീസ് ബ്രൈഡ്സ് മെയ്ഡ് പോയി നമ്മുടെ കിച്ചിനെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരാം. അജിത്ത് കണ്ടിട്ടില്ല അതിന്റെ പേര്. അവൻ ഞെട്ടണം, കണ്ണ് തുറന്നു നോക്കുമ്പോ ഞെട്ടണം. അജിത്ത് വായോ, കണ്ടുപിടിക്കണം, അതാ നിന്റെ ടാസ്ക്. കണ്ടുപിടിച്ചോളൂ. എന്താ ആണോ? ആണോ? യെസ് ആണോ? രണ്ട് വേണോ? രണ്ട് കൈയൊന്നും തരാൻ പറ്റില്ല. അല്ല അല്ല അല്ല. ഓ ഇതാണോ? ആണോ? അങ്ങനെയൊന്നും പിടിച്ചോക്കാൻ പറ്റില്ല. അല്ല 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 അല്ല. ഓക്കെ, അതല്ല. ഇതല്ല. ഓക്കെ, വെയിറ്റിംഗ് ലിസ്റ്റിൽ കാണുന്നതാണ് പറഞ്ഞേക്കുന്നത് അജിത്ത്. അതൊന്നുമില്ല. ടാസ്ക ടാസ്ക. നല്ല ടെൻഷനുണ്ട്, കാരണം വീട്ടുകാരെല്ലാവരും കണ്ടുപിടിച്ചില്ലെങ്കിൽ ഇത് മാനക്കേടാവോലോ എന്നാണ് അജിത്ത് ആലോചിക്കുന്നത്. ഇതല്ല. ഓക്കെ, ഇതിന്റെ തൊട്ട് മുന്നിലുള്ള ആളുടെ കയ്യിൽ എക്സ്റ്റൻഷൻ വെച്ച് കണ്ടുപിടിച്ചാണോ അജിത്ത്? ആണോ?
ആണോ? അല്ല അല്ല, 10 വർഷമായിട്ടുള്ള ലവ് അല്ലേ, എങ്ങനെ കണ്ടുപിടിക്കാതിരിക്കും അല്ലേ അജിത്തെ? കിച്ചിനെ അറിയില്ല അജിത്തിന് അല്ലേ? ഓക്കെ, ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നന്നായിരുന്നു. പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ലില്ല, ഞാൻ 2-3 പ്രാവശ്യം ചോദിച്ചായിരുന്നു, ആളൊന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ക്ലൂ കൊടുത്തായിരുന്നു. നീ കിച്ചിക്ക് അറിഞ്ഞിട്ട് വേണ്ടേ? കിച്ചി അറിഞ്ഞിട്ടില്ല, ഇപ്പഴറിഞ്ഞ കിച്ചി. എങ്ങനെയുണ്ടായിരുന്നു കിച്ചി? ടാസ്ക് എങ്ങനെയുണ്ടായിരുന്നു? ടെൻഷനായിരുന്നു എനിക്ക്. പിന്നെ ടെൻഷനാൻ വേണ്ടിയിരിക്കോ? കൈയൊക്കെ തണുത്തു. ടെൻഷനായിട്ടാണോ? പിന്നെ എന്റെ കൈ പിടിച്ചിട്ട് നാണക്കേടം. ഓക്കെ, എന്തായാലും കൈ പിടിച്ചില്ലേ? ഹാപ്പി ആയില്ലേ? ഓക്കെ, ഹാപ്പി. വെച്ചിട്ടാണെങ്കിലും അവൻ കണ്ടുപിടിച്ചു. അജിത്തെ എങ്ങനെയുണ്ട്? കിച്ചിയുടെ ഈ ലുക്ക് എങ്ങനെയുണ്ട്? വളരെ വളരെ കൊള്ളാം. കൊള്ളാല്ലേ? ഒരു കല്യാണമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു അമ്മയും അച്ഛനായിരിക്കും അല്ലെ? എന്റെ മോളുടെ കല്യാണം, എന്റെ മോന്റെ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ഈ സ്റ്റേജിൽ നിൽക്കാൻ അർഹതയുള്ളതും ഇൻവൈറ്റ് ചെയ്യുന്നതും പേരൻസിനെ തന്നെയാണ്. അപ്പൊ അജിത്തിന്റെ പേരൻസിനെയും കിച്ചിയുടെ പേരൻസിനെയും പ്ലീസ് കം ടു ദ സ്റ്റേജ്. കിച്ചിന്റെ അടുത്ത് കണ്ട 2 ഗുഡ് ക്വാളിറ്റീസ് പറയണം. ഞങ്ങൾക്ക് അറിയണ്ടേ നീ എന്ത് കണ്ടിട്ടാ അവളെ കല്യാണം കഴിക്കുന്നത്? ഞങ്ങൾക്ക് അറിയണ്ടേ. ഒന്ന് ഭയങ്കര ബോൾഡാണ്, ഒന്ന് എന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. അതെന്താ അങ്ങനെ പറഞ്ഞ്? ഉണ്ടായിരിക്കുള്ളൂ. നെക്സ്റ്റ് നമുക്ക് കിച്ചിന്റെ അടുത്ത് ചോദിക്കാം. കിച്ചി ഇല്ല, ഫസ്റ്റ് ആസ് യൂഷ്വൽ കെയറിംഗ് ആണ് ഭയങ്കര. എല്ലാ കാര്യത്തിനും ഞാൻ പ്രിപ്പയർ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ അജിത പ്രിപ്പയർ ചെയ്യാറ്. കാരണം ഞാൻ ഇത്തിരി ലേസി ആണെങ്കിലും അവൻ എല്ലാ കാര്യം നോക്കി ചെയ്തോളും. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവരോട് ചോദിക്കും. അപ്പൊ ആരാണ് അതിന് ഇനീഷ്യേറ്റീവ് എടുത്തത് എന്ന് ചോദിക്കുമ്പോ കിച്ചി ആണെന്നുണ്ടെങ്കിൽ പിങ്കും അജിത്ത് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂ ആണ് പൊക്കണ്ടത്. ഓക്കെ, ആരാണ് ആദ്യം ഇഷ്ടമാണെന്ന് പറഞ്ഞത്? ഓക്കെ, 2 പേരുടെ ആൻസർ കറക്റ്റ് ആണ്. അജിത്താണെന്ന് പറഞ്ഞേക്കുന്നത്. വീട്ടിൽ ആരാണ് ആദ്യം ഈ മാരേജിന്റെ കാര്യം മെൻഷൻ ചെയ്തത്? അതായത് ആരാണ് കൂടുതൽ ഫണ്ണി ആയിട്ടുള്ളത്? ആരാണ് കൂടുതൽ നമുക്ക് അറിയണമല്ലോ. ആരാണ്? കിച്ചി പറയൂ, ആരാണ്? നമ്മൾ കാണുന്ന കിച്ചൊന്നുമല്ല കേട്ടോ, ഭയങ്കര ബോൾഡായിട്ട് ക്ലോസിൽ പിടിച്ച് നടക്കുന്ന കിച്ചൊന്നുമില്ല. കിച്ചിയാണ് കൂടുതൽ റൊമാൻറ്റിക് എന്ന് പറഞ്ഞിരിക്കുന്നത്. കിച്ചി പിന്നെ സ്കോർ ചെയ്തോണ്ടിരിക്കുകയാണ്. അതെ, ഇത് ചോദിക്കേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ അറിയാം. ബെറ്റർ കുക്ക് ആരാണ് നല്ലോണം പാചകം ചെയ്യുന്നത്? ആർക്കാണ് നല്ല ഫാഷൻ സെൻസ് ഉള്ളത്? എക്സാക്ട്ലി. അവളെ കുറച്ച് മെമ്മറബിൾ ആയിട്ടുള്ള, അതായത് ചെറുപ്പത്തിലൊക്കെ ചെയ്തിട്ടുള്ള കുറെ വികൃതികൾ ഉണ്ടാവും, കുസൃതികൾ ഉണ്ടാവും അല്ലേ? അല്ലേ ബിന്ദമൊക്കെ ഇരുന്ന് തലാട്ടോ. എനിക്ക് കുറെ പറയാം, എനിക്ക് ഒരു കാര്യമൊന്നുമല്ല, 100 കാര്യം പറയേണ്ടത്. കുഞ്ഞുനാളിലത്തെ വളരെ രസകരമായിട്ടുള്ള, എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അത് നമുക്ക് ഷെയർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് കിച്ചേട്ടനെ തന്നെ ക്ഷണിക്കാം. കിച്ചേട്ടന് പറയാനുണ്ടാവും, എന്തായാലും അനിയത്തിനെ പറ്റി പറയാനുണ്ടാവില്ലേ? കിച്ചേട്ടന് കൊടുക്കുക. ഇമോഷണൽ ആവരുത് കേട്ടോ. ഇമോഷണൽ ഒന്നുമില്ല, കോമഡിയാണ്. ഞങ്ങള് മുന്നേ മാറ്റാമ്പുറത്ത് താമസിക്കുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും കൂടി പുറത്തു പോകാന്ന് പറഞ്ഞു. അപ്പോൾ കിച്ചി വീട്ടിലിരുന്നു. അപ്പോൾ ഞാനും അമ്മയും, അച്ഛൻ പുറത്തു പോയിട്ടുണ്ട്, ഞാനും അമ്മയും ടൗണിലേക്ക് എവിടേക്ക് പോയി. അപ്പോൾ പുള്ളിക്കാരത്തി വീട്ടിലുണ്ട്. അപ്പോൾ ആള് പറഞ്ഞു ഞാൻ വീട്ടിലിരിക്കാൻ കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ പോയി വരുമ്പോൾ പുള്ളിക്കാരത്തി വീടിന് പുറത്തുണ്ട്. പുറത്ത് നിന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു ആ വാതിൽ തുറക്ക്. അത് തുറക്കാൻ പറ്റില്ല. പിന്നെ എന്താ പറ്റി? ആ തുറക്ക്. ഇല്ല പറ്റില്ല. അപ്പോൾ ആളെന്താ ചെയ്തെന്ന് അറിയോ? ആള് ഉള്ളിൽ നിന്ന് വാതിൽ പൂട്ടിയിട്ട് ടെറസിന്റെ മുകളിൽ കയറിയിട്ട് കവുങ്ങ് വഴി നിലത്തേക്ക് മറ്റേ ഒഴുകി വന്നിട്ട് കയറാൻ പറ്റാണ്ട് പുറത്ത് നിൽക്കുക. ഇത്രയും നല്ല അടിപൊളി കാര്യങ്ങൾ ചെയ്തിട്ടാണ് ആളന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഉള്ളി കൂടെ പുറത്തേക്ക് കൂടെ കയറാൻ പറ്റില്ല. അകത്ത് ഫുള്ള് വാതിൽ ലോക്ക് ചെയ്തിട്ട് ടെറസിന്റെ മുകളിൽ കയറിയിട്ട് അപ്പുറത്ത് ഈ കവുങ്ങമ്മ കൂടെ ഒഴുകി പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് കയറാൻ പറ്റാണ്ട് നിൽക്കുകയായിരുന്നു.
ഞാൻ ആ കവുങ്ങുമ്പോ മഞ്ഞ് പിടിച്ച് കയറി. ഓക്കെ, രണ്ടുപേരും മോശമൊന്നുമല്ല. ഞങ്ങൾ മാറ്റാമ്പുറത്തുനിന്ന് മാറിയിട്ട് താണിക്കുളത്തൊരു വാടക വീട്ടിൽ താമസിച്ചിരുന്നു. വീട് പണി നടക്കണമായിരുന്നു. അപ്പോൾ അന്ന് ഇവള് 8-ലാണെന്ന് തോന്നുന്നു. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ എല്ലാവരും കൂടി ഇരുന്ന് കളിക്കുക. ഞാൻ അടുക്കളയിൽ പണിയാ. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സാധനം വന്ന് വീണ് കണ്ടു പിറ്റത്തേക്ക്. വന്ന് നോക്കിയപ്പോൾ ഒരു നിലത്ത് കിടക്കുന്നുണ്ട്. ടെറസ് ഞങ്ങൾക്കൊരു പട്ടി ഉണ്ടായിരുന്നു. ആ പട്ടീനെ ടെറസിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. പട്ടി വന്നപ്പോൾ ആള് സൺസൈഡ് മേലേക്ക് ഇറങ്ങിയതാ. പക്ഷെ കാല് തെറ്റി തേക്ക് എടുക്കുന്നു. പക്ഷെ കാര്യമായിട്ടൊന്നും സംഭവിച്ചില്ല കേട്ടോ. വേഗം ഞാൻ തൈലൊക്കെ ഇട്ട് ഒഴിഞ്ഞ ആള് റെഡിയായി കുറച്ച് ദിവസത്തിനുള്ളില്. അങ്ങനെ ചെറിയ ചെറിയ കുസൃതികള്. ഇവൾക്ക് ഒരു 4 പഠിക്കുമ്പോഴാണ് 4 പഠിക്കുമ്പോഴാണ് എക്സിബിഷന് കൊണ്ടുപോകണം ഞാൻ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന്റെ. അപ്പൊ യന്ത്രഞ്ഞാലിൽ കയറണം എന്ന് പറഞ്ഞു. ഒരു വലിയ സാധനം അത്. അപ്പൊ ഞാൻ പറഞ്ഞു നീ കയറണ്ട, എനിക്ക് കയറണം എന്ന് പറഞ്ഞു. ഇത് കറങ്ങി തുടങ്ങിയപ്പോ ഭയങ്കര കരച്ചിൽ. അവര് നിർത്തുവോ? പൂരക്കരച്ചിലെന്ന് പറഞ്ഞാൽ ഞാനൊരു വട്ടം പിടിച്ചു, അങ്ങനെ വിളിച്ച് ആടിയാനെ. അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. കുഴപ്പമൊന്നുമില്ല. അല്ല, എനിക്ക് കിച്ചിനെ കുറിച്ചിട്ട് അധികം ഞാൻ ചെറുപ്പത്തിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല അവളുടെ കൂടെ. കിച്ചുവിനെ കുറിച്ച് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം കിച്ചുവിൻ്റെ കൂടെയായിരുന്നു കൂടുതൽ. കിച്ചിൻ്റെ കൂടെ അധികം ഉണ്ടായിട്ടില്ല. എന്നാലും ചെറുപ്പത്തിൽ അത്ര നല്ല എന്താ പറയുക, കാണാത്ര നല്ല കുട്ടിയൊന്നും ആയിരുന്നില്ല. അതെനിക്ക് ചെയ്യാ. അതെ, അത്ര ഭംഗിയുണ്ടായിരുന്നു കുട്ടി. പക്ഷെ ഇപ്പൊ നല്ല ഭംഗി സുന്ദരിയായിട്ടിരിക്കണോ എൻ്റെ മോള്. അപ്പൊ അത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താ വെച്ചാൽ അത് അവളുടെ തന്നെ ഇതാണ്. ഒരാളും അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തു കൊടുത്തതല്ല. അവൾ തന്നെ അവളെ സ്വയം അവളുടെ ബ്യൂട്ടി നിലനിർത്തി ചെറുപ്പത്തിലേ തൊട്ട് അങ്ങനെ ഉണ്ടാക്കി. അപ്പൊ ചെറുപ്പത്തിലേ തൊട്ട് അവൾക്ക് അതിനുള്ള എന്താ പറയുക, അങ്ങനെയൊക്കെ ഉള്ള നന്നായിട്ട് ഒരുങ്ങി നടക്കണം എന്നുള്ളൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ. പിന്നെ അത്യാവശ്യം നല്ല കുറുമ്പുള്ള കുട്ടിയായിരുന്നു. അത്ര പാവമൊന്നും ആയിരുന്നൊന്നുമില്ല. കിച്ചുട്ടനും ഒക്കെ എപ്പോഴും തല്ലൂട്ടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുഴപ്പമില്ല. അപ്പം നന്നായിട്ടിരിക്കുന്നു. അപ്പം എനിക്ക് കാണുമ്പോൾ നല്ല സന്തോഷം തോന്നുന്നുണ്ട്. കാരണം വെച്ചാൽ ഞാനൊരു 25 വർഷമായിട്ട് ദുബായിലാണ്. അപ്പോൾ കിച്ചിയുടെ വളരെ ചെറുപ്പകാലത്തിലാണ് ഞാൻ കിച്ചിയായിട്ട് കൂടുതൽ അടുത്തിട്ടുള്ളത്. അപ്പോൾ ഓർമ്മയിൽ പറയുകയാണെങ്കിൽ കിച്ചിക്ക് ഇന്ന് കിട്ടിയ ധൈര്യത്തിന്റെ തുടക്കം ഞാനായിരുന്നു. എന്താ വെച്ചാൽ അവിടെ ഒരു മധുരമ കംപ്ലീറ്റ് പുള്ളിയുറുമ്പ് ഇങ്ങനെ ഒരുപാട് പോവും ഇങ്ങനെ. അപ്പോൾ ഞാൻ അവളെ കൊണ്ട് അതിൻ്റെ നടുക്കിൽ നിർത്തും. പുളിയുറുമ്പ് കയറി മൊത്തം കാട്ടിച്ച് അങ്ങനെയാണ് ആ ശക്തി കിട്ടിയിട്ടാണ് അവൾ ഇന്ന് ഇത്രയും ബോൾഡ് ആയത്. എല്ലാ ക്രെഡിറ്റ് എൻ്റെ ആയിരുന്നു. അത് ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അതെ, കിച്ചി ചെറുപ്പത്തിൽ നല്ല കുറുമ്പത്തിയായിരുന്നു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് തൃപ്രയാറ് ഏകാദശി കഴിഞ്ഞ് വരുമ്പോ കരിമ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. മാറ്റാമ്പുറത്ത് എത്തിയപ്പോ കിച്ചി ഓടി വന്നിട്ട് നല്ല ഭംഗിയുണ്ടെന്നൊക്കെ പറഞ്ഞ് കരിമ്പൊക്കെ മേടിച്ചിട്ടേ അപ്പുറത്തന്നെ അച്ഛമ്മ കാല് നീട്ടിയിരിക്കുകയായിരുന്നു. ആ മുട്ടുമ്പോ നോക്കി ഒന്ന കൊടുത്തു കരിമ്പ്. അച്ഛമ്മ ജീവനും പോയി കരഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും പറയാ അച്ഛമ്മ അന്ന് കിച്ചി അടിച്ചിട്ട് വന്നു. നല്ല കുറുമ്പത്തിയാ, പക്ഷെ നല്ല സ്നേഹമുണ്ട് കേട്ടാ. നല്ല മോളാണ്. മാഷൊന്നുമല്ല, സീരിയസ് ആട്ടാ. ഞാന് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ വന്ന് നിൽക്കും മക്കളെ ആയതിനു ശേഷമൊക്കെ. അപ്പോൾ കുറച്ച് നാള് വന്ന് നിൽക്കും. അപ്പോൾ കിച്ചിയും എൻ്റെ മോൻ മൂത്ത ആള് പാവാണ്. കിച്ചി അവനെ ഇടയ്ക്കിടയ്ക്ക് മേടും. അപ്പൊ എനിക്ക് നല്ല ദേഷ്യം വരാറുണ്ട്. പക്ഷെ ക്ഷമിക്കും. ഒരു ദിവസം അവൻ മുറ്റത്ത് നിൽക്കായിരുന്നു. ഇവിടെ ഒരു കത്തി ഉണ്ടായിരുന്നു കയ്യില്. ഞാന് അവിടെ നിൽക്കുന്നുണ്ട്, ഇരത്ത് നിൽക്കുന്നുണ്ട്. ഇവിടെ കത്തി കൊണ്ട് ഒരു ഒറ്റ ഏറാണ്. കത്തി പോയി വാഴയും ഇരുന്നു. എൻ്റെ മോൻ രക്ഷപ്പെട്ടു. പിന്നെ ഇപ്പൊ നല്ല സ്വഭാവമാണ്, നല്ല മോളാണ്, നല്ല സ്നേഹമുണ്ട്, നല്ല കുട്ടിയാണ്. അതെ, ആന്റി സ്വഭാവമൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട്. ചെറുപ്പത്തില് അവൾക്ക് വാശിയൊക്കെ ഉണ്ട്. അപ്പൊ എടുക്കും. കരച്ചിൽ വരുമ്പോ ഞാൻ എടുത്ത് ഓരോ പൂവിന്റെ അടുത്ത് കൊണ്ടുപോകും. പൂവിന്റെ അടുത്തേക്ക്. അപ്പൊ ആ പൂവുമ്പോ തൊടുമ്പോ ഇഷ്ടമായി. അപ്പൊ അവിടെ കുറെ നേരം നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തെ പൂവിന്റെ അടിക്ക് പോകും. അങ്ങനെ ഓരോ പൂവിന്റെ അവിടെ കൊണ്ട് എടുത്ത് കൊണ്ടുപോകും. അങ്ങനെ സന്തോഷിപ്പിക്കും. ഇതിനെ കുറിച്ച് 2 വാക്ക് പറയണ്ടേ?
കിച്ചിക്ക് ഒരേ ഒരു വിഷമമുള്ളൂ, എൻ്റെ 2 കുട്ടികളെ ഞാൻ അടിക്കണില്ലാന്ന് പറഞ്ഞത്. ഞാൻ വീട്ടിലെ ഏറ്റവും താഴെയാണ്. അപ്പോ അത്യാവശ്യം അടിക്കും കൊടുത്തിട്ടുണ്ട്. കിച്ചി ഞാൻ അടിക്കാറുണ്ട്, നീ കാണാഞ്ഞിട്ടാണ്. ഇവർ 2 പേരും ഞാൻ അടിക്കാറുണ്ട്. അവള് പറയും പാപ്പന്റെ മക്കളെ അടിക്കണില്ലേ, ഞങ്ങളെ കുറെ അടിച്ചിട്ടുണ്ട്. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവള് കാണുന്നില്ലല്ലോ. പിന്നെ കിച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിലേ അവിടെ നമ്മുടെ തറവാട്ടില് നമ്മൾ 8 മക്കളാണല്ലോ. അപ്പൊ അവരെല്ലാവരും കുട്ടികളുണ്ടാവുമല്ലോ. ഇവരെല്ലാവരും ഒത്തുകൂടി കഴിഞ്ഞാൽ അവിടെ ഒരു പൂരം പെരുന്നാള് ആണ്. അപ്പോ ഇവര് ചേട്ടനരിയിൽ ഒരുപാട് ഫോട്ടോ ഉണ്ട്. ഇവര് ഞങ്ങളുടെ കോറിയൊക്കെ ഉണ്ട്, കോറിയിലേക്കൊക്കെ പൂണ ഭാഗം ഇതൊരു വട്ടയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ പൂണ ഭാഗങ്ങളൊക്കെ ഇല്ല, അതേമാതിരി പാറകളൊക്കെ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നല്ല ചെറുപ്പത്തിലാണെങ്കിൽ ആള് ആക്റ്റീവാണ് എല്ലാത്തിലും. നല്ല ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആള് ഇപ്പോഴും നല്ല ആക്റ്റീവാണ്. പിന്നെ അവൾക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അവൾ ഭാവിയിൽ നല്ല നല്ല എന്താ പറയാ നല്ല ഉയരങ്ങളിലെത്താൻ വളരെ സാധ്യതയുള്ള ഒരു കുട്ടിയാണ് അവള് ഉണ്ടായത്. പിന്നെ കിച്ചിനെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കിച്ചിക്ക് ഈ അജിത്തിനെക്കാട്ടിലും മുന്നേ ഒരാളായിട്ട് സ്നേഹം ഉണ്ടായിരുന്നു. അതാരായിരുന്നോ? തവളക്കുട്ടൻ. തവളക്കുട്ടൻ എന്ന് പറഞ്ഞ ആളുണ്ടായിരുന്നു. ആളായിട്ട് ഭയങ്കര കമ്പനിയായിരുന്നു. കല്യാണം കഴിക്കണം എന്നൊക്കെ വിചാരിച്ചാ. പിന്നെ അജിത്തിനെ കണ്ടപ്പോ അത് മാറ്റിയതാണ് കേട്ടാ. തവളക്കുട്ടൻ ജീവിച്ചിട്ടില്ല, എന്തെങ്കിലും വന്നേനെ. തവളക്കുട്ടനാ അത്രയൊന്നും ആയിട്ടില്ല. തവളക്കുട്ടനെ പിടിക്കുന്ന തവള പിടുത്തം. ആള് എങ്ങനെ കമ്പനി ചെയ്യും. ഇവിടേക്കും തവളേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ വീട്ടിൽ വരുമ്പോ തവള പിടിക്കാൻ വരും. അങ്ങനെ 2 പേരും കൂടി കമ്പനിയായി. അങ്ങനെ എന്നും പറയാറുണ്ട് തവളക്കുട്ടനെ എപ്പോഴും അന്വേഷിക്കാറുണ്ട്. വരുമ്പോ ഞാൻ പറഞ്ഞു നീ വിട്, ഞാൻ അജിത്തിന്റെ കൂടെ പോ എന്നൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. അവളെ പറ്റിയിട്ട് കുറെ പൊട്ടത്തരൊക്കെ പറയാണ്ട്, പക്ഷെ അത് ഞാനിപ്പോ പറയുന്നില്ല. അവ നല്ല കാര്യങ്ങൾ പറയുന്നതുകൊണ്ട്. കിച്ചിയുടെ സൗണ്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല. അവളുടെ സൗണ്ട് ഭയങ്കര വെറൈറ്റിയാണ്. ഞങ്ങള് കോളേജിൽ ജോയിൻ ചെയ്ത സമയത്ത് ആമ്പിള്ളേരെ കൂടെ നോക്കൂട്ടാ. എന്നിട്ട് ഈ ആമ്പിള്ളേരൊക്കെ ഇവളുടെ ഫ്രണ്ട് ഞാനായതുകൊണ്ട് എൻ്റെ അടുത്ത് വന്നു പറയും, കാണാനൊക്കെ കൊള്ളാടി, പക്ഷെ സൗണ്ടായിട്ട് കേട്ട് കഴിഞ്ഞാൽ മുഖത്തേക്ക് നോക്കാൻ തോന്നില്ല. അവളുടെ തൃശ്ശൂർ ഭാഷയും അത് മാത്രം സഹിക്കാൻ പറ്റില്ല. കാണുമ്പോഴൊക്കെ എനിക്ക് ഭംഗി അവളെ കാണും, പക്ഷെ അവൾ തുറന്ന് സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോയി. ആ ഒരു കാര്യം എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കോളേജില്. കിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഫണ്ണി സാധനങ്ങളൊന്നും ഓർമ്മ കിട്ടുന്നില്ല. പക്ഷെ അവളെ കാണുമ്പോണ്ടല്ലോ, കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ചിലപ്പോ കുറെ പേര് എന്നോട് തന്നെ പറയുന്നുണ്ട് നല്ല അഹങ്കാരിയാണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ. പക്ഷെ ശരിക്കും അടുത്തറിയുമ്പോഴാണ് അങ്ങനെയൊന്നല്ല, അവൾ അങ്ങനെയൊന്നല്ലടേ അങ്ങനെ പറയാ ശരിക്കും പറയാനൊക്കെ. പിന്നെന്താ, എന്തിനാണെങ്കിലും എപ്പോ വിളിച്ചാലും അവളവിടെ ഉണ്ടാവും. പിന്നെ ഇപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോകാനാണെങ്കിൽ ഇപ്പോഴാണെങ്കിലും ഈ കല്യാണത്തിന്റെ ഇടയിൽ ഇത് എൻ്റെ ഈ ഡ്രസ്സ് എല്ലാതും അവള് സെലക്ട് ചെയ്തതാ. ഇതാണെങ്കിലും നാളത്തെ ആണെങ്കിലും ഞാൻ ആക്ച്വലി ഇവരൊക്കെ പരിചയപ്പെട്ടതിന് ശേഷമാണ് കിച്ചിനെ പരിചയപ്പെടുന്നത്. അത് ദേവൂത്രോട് ഞാൻ പരിചയപ്പെടുന്നത്. പിന്നെ കൂടുതൽ നമ്മൾ അടുത്തത് ദുബായി പോയതിനു ശേഷമാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി ഇമോഷണലാവും. നല്ല മെമ്മറീസേ ഉള്ളൂ. പിന്നെ ഇന്നലെ ഞാൻ കിച്ചിനെ കരയിപ്പിച്ചു. ഇന്നലെ ഞാൻ വരുന്ന കാര്യം അവൾക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പം ഇന്നലെ വന്നിട്ട് ഞെട്ടിപ്പിച്ചു. അപ്പോൾ കല്യാണത്തിന് പങ്കെടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ വന്നു, അവളെ കരയിപ്പിച്ചു. അത്ര തന്നെ ഉള്ളൂ. പിന്നെ എല്ലാം നല്ല മെമ്മറീസാണ്. കിച്ചിനെ പറ്റി പറയാനായിട്ടാണെങ്കിൽ കിച്ചിയുടെ ഡിക്ഷണറിയിൽ നോ ഇല്ല. എന്ത് കാര്യത്തിന് വിളിച്ചു കഴിഞ്ഞാലും അവൾ വരും. അങ്ങനെ ഒരു നോ പറയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഒരു ചൈൽഡ്ഹുഡ് മെമ്മറി പറയാനുള്ളത്, അത് ഞങ്ങൾക്ക് എപ്പോഴും കിച്ചേച്ചിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഓർമ്മ വരും. അത് ചേച്ചിക്ക് ഓർമ്മ ഉണ്ടാവാൻ തീരെ ചാൻസ് ഇല്ല. ഞങ്ങൾ നല്ല ചെറുതായിരുന്നു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സേമിയ പായസം ഉണ്ടല്ലോ, അപ്പോൾ ഇവര് ചേച്ചിയൊക്കെ വീട്ടിൽ വിഷു ഓണം അങ്ങനെ റീസെൻ്റായിട്ട് റയറായിട്ട് വരുള്ളൂ ഓണത്തിനൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ പിള്ളേർ കൂടിയ സമയത്ത് ഒരു വട്ടം എന്നെയും മാനസിക, ഞങ്ങൾ സിസ്റ്റേഴ്സാണ്. അപ്പോൾ ചേച്ചി കൊണ്ടുപോയി റൂമിൽ ഇരുന്നിട്ട് സേമിയ പായസം കഴിക്കുമായിരുന്നു. അപ്പം ചേച്ചി സേമിയ കുടിച്ചിട്ട് ഒരു മൂവിയിലുണ്ട്, ഫിക്സ് വന്ന പോലെ അപസ്മാരം വന്നിങ്ങനെ ഇളകി മരിച്ച പോലെ വീണു. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര പേടിയായി. ശരിക്കും ഞങ്ങൾ പേടിപ്പിച്ചു. അപ്പൊ വിചാരിച്ചു ഞങ്ങൾ ചേച്ചി മരിച്ചു പോയി വിചാരിച്ചു. നല്ല ചെറുതായിരുന്നു. അപ്പൊ പിന്നെ കുറച്ച് ആള് എണീച്ച് പറ്റിച്ചെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈഫിൽ എപ്പോ
സേമിയ പായസം കുടിച്ചാലത് ഓർമ്മ വരും. എടി ചേച്ചി നമ്മളെ പറ്റത്തെ ഓർമ്മ എപ്പോഴും പറയും. അതാണ് ചേച്ചിനെ കുറിച്ചൊരു മെമ്മറി. പറഞ്ഞത് അജീനെ കുറിച്ച് കോമഡി ആയിട്ട് എനിക്കിപ്പോൾ അങ്ങനെ ഒന്നും ഓർമ്മ വരുന്നില്ല. ഏറ്റവും ഓർമ്മ വരുന്നത് ഇപ്പൊ കാണുന്ന പോലെയുള്ള ഒരാളെ ആയിരുന്നില്ല പണ്ട്. ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. മിണ്ടിയാലും പറഞ്ഞാലും എല്ലാത്തിനും ദേഷ്യമായിരുന്നു. ആ ദേഷ്യത്തിന്റെ കുറെ സംഭവങ്ങൾ നമ്മുടെ വീട്ടിലിരിക്കുന്നുണ്ട്. ചിണങ്ങിയ ഗ്ലാസ്, അതെല്ലാം ഇപ്പോഴും വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഇപ്പൊ പറയുകയാണെങ്കിൽ എല്ലാ കാര്യം പെട്ടെന്ന് മനസ്സിലാവും. നമ്മൾ എന്തെങ്കിലും ഒരു വിഷമം പറഞ്ഞാലോ സന്തോഷം പറഞ്ഞാലോ ഒക്കെ പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ കൂടെ നിൽക്കും. എനിക്കിപ്പോഴും ബ്രദറാണ്, എൻ്റെ ഫ്രണ്ടാണ്, ഭയങ്കര സപ്പോർട്ടാണ്. അപ്പൊ അവന്റെ കല്യാണം എന്ന് പറയുമ്പോൾ എനിക്ക് അത്രയും സന്തോഷമാണ്. എനിക്ക് അവനെ കുറിച്ച് പറയാൻ ഉള്ളത് അഞ്ച് പറഞ്ഞ പോലെ തന്നെ ചെറുപ്പത്തിൽ എനിക്ക് വെച്ചാൽ ഞാനും ജോലിക്ക് പോകുന്ന ആളായിരുന്നു. അതുകൊണ്ട് ഇവർ രണ്ടാളെയും സ്കൂളിൽ ഒരുക്കി പറഞ്ഞേച്ചിട്ട് പോകുമ്പോൾ എനിക്ക് കൂടുതൽ ഹെൽപ്പ് കിട്ടുന്നത് അവൻ്റെ കയ്യിൽ നിന്നായിരുന്നു. എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഭക്ഷണ കാര്യങ്ങളായാലും അവൻ അതല്ല നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഓർത്ത് എനിക്കും പോകണമല്ലോ, അങ്ങനെ ഓർത്തിട്ട് അവൻ എല്ലാ കാര്യങ്ങളും നേരത്തെ ചെയ്ത് റെഡിയാവും. ചോറാണെങ്കിലും ഞാൻ ആക്കമ്മ ഇവൾക്കാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മൾ മേശപ്പുറത്ത് കൊണ്ടുവന്ന് വെച്ച് കൊടുക്കേണ്ട ഒരു ഇതാണ്. അമ്മയുടെ എല്ലാ വിഷമങ്ങളും അവനറിയായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോഴിപ്പോൾ അച്ഛനെങ്കിലും ശരിക്കും നല്ലൊരു കെയർ എനിക്ക് അവൻ തരുന്നുണ്ട്. അതുപോലെ ഇപ്പം എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നമ്മളൊന്നും മിണ്ടാതിരുന്നാലും അവൻ ചോദിക്കുക എന്താ അമ്മ, എന്താ വിഷമം, എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കാറുണ്ട്. നല്ല അതുപോലെ തന്നെ കിച്ചിയായിട്ട് വന്നാലും അതുപോലെ തന്നെ പെരുമാറി നല്ലൊരു ഇതാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. വേറെ പ്രശ്നങ്ങൾ അവന് ചുണ്ടി ചിലപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് വരും. പക്ഷെ പെട്ടെന്ന് അവൻ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവൻ നല്ല സൈലൻ്റ് ആവും. ഞാൻ വെറുതെ പറഞ്ഞതാണ്, വിഷമിക്കൊന്നും വേണ്ട, അങ്ങനെ എങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അളിയന്റെ അടുത്ത് ചോദിക്കാം. അളിയൻ എന്തെങ്കിലും അജിത്തിനെ കുറിച്ച് പറയാനുണ്ടാവും? എന്തായാലും പറയാനുണ്ടാവും. അളിയൻ 2 വാക്ക് പറയാം. അജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കാര്യമായിട്ട് പറയാൻ പ്രത്യേകിച്ചൊന്നുമില്ല. കാരണം ഇപ്പൊ എവിടെ പറഞ്ഞു തുടങ്ങുന്നതാണ്. എനിക്ക് പറയാനുള്ള കൂടുതൽ അപ്പുവിന് പറയാനുണ്ടാവും. കാരണം അപ്പുവിൻ്റെ ക്ലോസ് ഫ്രണ്ടായിരുന്നു അജി. അപ്പോൾ ആ ഒരു വഴിയാണ് ഞാൻ അഞ്ജലിയിലേക്ക് എത്തിയത്. അപ്പോൾ അതൊരു റീസണാണ്. അപ്പോൾ ഇൻഡയറക്റ്റ് അല്ല, ഡയറക്റ്റ്. പിന്നെ പറഞ്ഞ പോലെ തന്നെ ആൾ ഭയങ്കര ബോൾഡാണ്. എല്ലാ കാര്യങ്ങളും ആളുടെ കാര്യങ്ങളൊക്കെ ഒരു നല്ല ഡിസിഷൻ മേക്കിംഗ് പവറുള്ള ഒരാളാണ്. അപ്പോൾ അത് അവരുടെ ഭാവിയിൽ എന്നും ഗുണം ചെയ്യും. പിന്നെ അച്ഛനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ രണ്ടാലും ഈക്വലി മെയ്ഡ് ഫോർ ഈച്ച് അതറാണ്. ഓക്കെ, അപ്പോൾ സ്റ്റേ ബ്ലെസ്ഡ്. ഓക്കെ, ചേട്ടനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ആള് ഭയങ്കര അടിപൊളിയാണ്. എല്ലാവരും ഇങ്ങനെ ഭയങ്കര പാവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഇതായിട്ട്. അപ്പൊ എന്റെ ഒരു ഓർമ്മ തുടങ്ങുന്നത് ഞങ്ങള് മാമന്റെ വീട്ടില് കസിൻസ് എല്ലാവരും കൂടി പോയി നിൽക്കും. അപ്പോ എല്ലാവരും കൂടി പോയി നിന്ന് കളിക്കണ ഒരു ഓർമ്മയാണ് എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. അപ്പൊ ഞങ്ങളുടേതായ കളികള് അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ എന്റെ ഒരു ഓർമ്മയിലുള്ളത് ഒരു ദിവസം എന്തിനാണെന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല, എന്തോ ഒരു സംഭവത്തിന് എന്തോ ഒരു കാര്യത്തിന് ഞങ്ങൾ രണ്ടുപേരും കൂടി ഭയങ്കര തല്ലുണ്ടായി. അതെന്താന്നുള്ളത് എനിക്കറിയില്ല, കാരണം എന്താണെന്ന് ഓർമ്മയില്ല. എന്നിട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് കടിച്ച് പറിച്ച് മാലൊക്കെ പൊട്ടിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് വല്യമ്മ, അതായത് ഞങ്ങൾ ചട്ടി വിളിക്കും, ഞങ്ങളെ രണ്ടുപേരും പറക്കി കൂട്ടി കൊണ്ടുപോയി ഞങ്ങളെ രണ്ടുപേരും വീട്ടില് എത്തിച്ചു. എന്നിട്ട് അതെന്തോ വേറെന്തോ ഒരു കാര്യം പറഞ്ഞിട്ടാണ് വീട്ടിൽ എത്തിച്ചത്. എന്തോ വേറെ തിരക്കുണ്ട് എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു ഓർമ്മയാണ്. അത് കല്യാണം കഴിക്കാണ്. ഓൾ ദി ബെസ്റ്റ്, കൺഗ്രാറ്റ്സ്. അജിത്തിന് ഭയങ്കര പ്ലാനിങ് ആണ് എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ഈ കല്യാണം തന്നെ എൻ്റെ ആള് മുമ്പോട്ടേ ഫുൾ പ്ലാനിങ്ങിലാണ് എല്ലാ കാര്യങ്ങളും. പിന്നെ ഭയങ്കര ബോൾഡാണ് ആള്. അപ്പോൾ ചില ആൾക്കാരെ കുറിച്ചിപ്പോൾ ഓരോരുത്തർ പറയുമ്പോൾ പല രീതിയിലാണ് പറയുക. എനിക്ക് തോന്നിയിട്ടുള്ളത് അജിത്ത് എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറുന്ന. അപ്പോൾ അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞു നോക്കി കഴിഞ്ഞാൽ അറിയാം, എല്ലാവരും പറഞ്ഞത് ഒരേ ക്വാളിറ്റീസാണ്. അതെനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള അങ്ങനത്തെ ആൾക്കാർ തന്നെ വളരെ കുറവായിരിക്കും.
പല ആളുകളോടും പലതരത്തിൽ ബിഹേവ് ചെയ്യുക, അങ്ങനെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാനായാലും ഇപ്പോൾ ഫ്രണ്ടായാലും ഫാമിലിയിലുള്ളവരായാലും പറഞ്ഞത് സിമിലറായിട്ടുള്ള കാര്യങ്ങളാണ്. അതിൽ ചെറുപ്പത്തിലെ ബോൾഡാണ്, ഇപ്പം എന്നെക്കാൾ താഴെയാണ്. പക്ഷേ ആള് എല്ലാ കാര്യത്തിലും ആളുടേതായിട്ടുള്ള കാര്യങ്ങളായാലും വീട്ടിലത്തെ കാര്യങ്ങളായാലും ഇപ്പോൾ നമ്മുടെ ഫാമിലീസിലുള്ള എല്ലാവരുടെ കാര്യങ്ങളായാലും എല്ലാത്തിലും മുമ്പിൽ നിൽക്കുന്ന ഒരാളാണ്. ഇപ്പോൾ ഞങ്ങളൊക്കെയാണെന്ന് വെച്ചാൽ കുറച്ച് എല്ലാ കാര്യത്തിലും പിൻവലിഞ്ഞ് നിൽക്കുക. അതിലങ്ങനെ ഒരു ഇതേയില്ല. എല്ലാ കാര്യത്തിലും ആൾ മുമ്പിൽ നിൽക്കണമെന്നും എല്ലാവരോടും എല്ലാ ഇതിലും ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഫ്രണ്ട്സായാലും ഫാമിലിയായാലും ആരോടായാലും എനിക്ക് തോന്നുന്നു അവരുടെ ലൈഫിൽ അതൊരു ഭയങ്കര ഒരു പോസിറ്റീവായിരിക്കും, ബ്ലെസ്സിങ് ആയിരിക്കും. എന്തായാലും നല്ലൊരു ജീവിതമാവട്ടെ അല്ലേ. അജിത് ചേട്ടൻ ചെറുപ്പം മുതലേ അങ്ങനെ അധികം നമ്മളങ്ങനെ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇപ്പോഴാണ് അത്യാവശ്യം കമ്പനി ആയത്. അപ്പോൾ അജിത് ചേട്ടൻ ഭയങ്കര എന്താ പറയുക, ഡിസിഷൻ മേക്കിംഗ് പവറുള്ള, എല്ലാ കാര്യത്തിനെയും കുറിച്ച് അറിയാവുന്ന ഒരാളാണ്. നമ്മൾ എന്ത് കാര്യം ചോദിച്ചാലും അതിനൊരു സൊല്യൂഷനുള്ള ആളാണ് അജിത് ചേട്ടൻ. ആരാ അമല്? അമലാരാ? അമലിനെ കൊണ്ട് പറയിക്കണം എന്തായാലും അമല് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ +1 +2 ബന്ധമാണ്, ഫ്രണ്ട്സ്, ബെസ്റ്റ് ഫ്രണ്ട് തന്നെ പറയാം. എൻ്റെ എല്ലാ ബെസ്റ്റ് മൊമെൻറ്റ്സിലൊക്കെ അവൻ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ എൻഗേജ്മെൻറ്റ്, കല്യാണം, ഇവളുടെ പ്രസവം, എല്ലാ കാര്യങ്ങളിലും കൂടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ല മൊമെൻറ്റ്സിലൊക്കെ അവൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ നല്ല മൊമെൻറ്റിൽ ഞാനുണ്ട്. ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്, അതിന് പറയുള്ളൂ. ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച ചെറുപ്പത്തിലെ മെമ്മറീസ് ആണ് ഉദ്ദേശിച്ചത്. പറഞ്ഞു വന്നപ്പോ ഇപ്പോഴത്തെ കാര്യങ്ങളും അവരെ ഗുഡ് ക്വാളിറ്റീസ് ഒക്കെ ആയി. അതുകൊണ്ട് ചെറുപ്പത്തിലെ കാര്യങ്ങൾ എനിക്ക് ചെറുപ്പത്തിലെ കിച്ചിന് അറിയില്ലല്ലോ. ഞാൻ ഇപ്പോഴത്തെ കാര്യം പറയുകയാണെങ്കിൽ, കല്യാണം കഴിച്ചിട്ടൊക്കെ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് പോകുമ്പോൾ എങ്ങനെ അവിടെയൊക്കെ നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവുമല്ലോ. പക്ഷെ അവിടെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എൻ്റെ ഒപ്പം നിൽക്കുന്നത് കിച്ചി അമ്മയാണ്. അപ്പൊ അത് തന്നെയാണ് അവളെ അടുത്ത് കണ്ടത്. വളരെ നല്ല ക്വാളിറ്റി, ഭയങ്കര ഫ്രണ്ട്ലിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആണ് അവിടെ. അത് തന്നെയാണ് അവിടുത്തെ എനിക്ക് കിച്ചിയുടെ അടുത്ത് തോന്നിയ ഏറ്റവും വലിയ ക്വാളിറ്റി. ഓക്കെ കിച്ചി, താങ്ക് യു. ഓക്കെ ഓക്കെ നെക്സ്റ്റ്. मेरी से मेरी नींद आ जाओ ना तो सही, ऐसी मन की है सच्ची, तुम हो सितारों की परे हुई गलती, सॉरी हमने गाया तुम क्यों सुनी, किसकी मर्जी जो थी, अब तो आए जा हमको ले जाए जा, अब तो आए जा हमको ले जाए जा, अब तो आए जा हमको ले जाए जा, अब तो आए जा हमको ले जाए जा. देखो आने जाने वाले सारे साथ खड़े हैं, कभी ना कभी मैंने भी तो ऐसे वैसे ख्वाब देखे हैं कि हम दो आस पास सास में और रात साथ बात करे, क्यों ना रह लो ना, अब तो आए जा हमको ले जाए जा, अब तो आए जा हमको ले जाए जा. ചിലപ്പോ സൗമ്യനെ മാറ്റി വേറെ ആരെയാണെങ്കിലും പ്രാക്ടീസ് കുറവുണ്ടാകുക. ഞങ്ങൾ കാണിച്ചു തരാം.
हमने तो प्यार में ऐसा काम कर लिया, प्यार की राह में अपना नाम कर लिया। हमने तो प्यार में ऐसा काम कर लिया, प्यार की राह में अपना नाम कर लिया, प्यार की राह में अपना नाम कर लिया। आजकल तेरे मेरे प्यार के चर्चे हर जबान पर, सबको मालूम है और सबको खबर हो गई। एक दिन एक जान